റൈറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധത്തിന്റെ ശരിയായ അവസ്ഥ. ഒരിക്കൽ ഒരാൾ ശ്രീ ബുദ്ധനോട് ചോദിച്ചു, എങ്ങനെയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത്? അതിന് ബുദ്ധൻ പറഞ്ഞ മറുപടി, ഉള്ളിലുള്ള ആന്തരിക നിശ്ചലതയെ തിരിച്ചറിഞ്ഞ് ആന്തരിക നിശ്ചലതയിൽ ആയിരുന്നു കൊണ്ട് എന്ത് തീരുമാനമെടുത്താലും അത് ശരിയായിരിക്കും എന്നാണ്. ബുദ്ധിസത്തിൽ ഇതിനെ റൈറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും. ബോധത്തിന്റെ ശരിയായ അവസ്ഥ എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെന്ന് കരുതുക. പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു തുണിക്കടയിൽ സെയിൽസ്മാനായിട്ടാണ്. ഈ ജോലി നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, എന്നാൽ സാമ്പത്തികത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ജോലി ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളുടെ ഊർജം രണ്ടായി വിഭജിക്കപ്പെട്ട് ഈ ജോലിയുടെ ആവശ്യകതയെപ്പറ്റി എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഊർജത്തിന്റെ മറ്റൊരു ഭാഗം നിങ്ങളെ നിരാശരാക്കുന്ന രീതിയിൽ പിറുപിറുത്തുകൊണ്ടുമിരിക്കും. അതിനാൽ ജോലിയിൽ തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തീരുമാനമെടുക്കണമെങ്കിൽ നിങ്ങൾ റൈറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ആയിരിക്കണം. അതായത് നിങ്ങളുടെ ചിന്തകൾ പറയുന്നത് വിശ്വസിക്കാതെ ചിന്തകളായി മാറുന്നതിനു മുൻപ് നിങ്ങളുടെ ഊർജം നിശ്ചലതയിലും ശാന്തിയിലും സമാധാനത്തിലും അവിടെ നിലനിന്നിരുന്നുവെന്നും അത് എപ്പോഴും അങ്ങനെയാണെന്നും സ്വയം ബോധ്യപ്പെടണം. അപ്പോൾ കുറച്ചു നേരത്തേക്ക് എല്ലാ ചിന്തകളും ഇല്ലാതായി നിങ്ങളൊരു നിശ്ചലതയിൽ ഇരിക്കും. നിങ്ങൾ ആരെന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ വെളിപ്പെടുത്തലാണ് അത്. ഈ നിശ്ചലതയിൽ നിന്നുകൊണ്ട് ജോലിയിൽ തുടരണം അല്ലെങ്കിൽ ഉപേക്ഷിക്കണം. രണ്ടിൽ ഏത് തീരുമാനമെടുത്താലും അവ ശരിയായ തീരുമാനമായിരിക്കും. കാരണം ചിന്തയുടെ സ്വാധീനത്തിൽ പെട്ട് ആകുലതയിൽ നിന്നോ ഭയത്തിൽ നിന്നോ ആകാംക്ഷയിൽ നിന്നോ അല്ല ആ തീരുമാനം ഉണ്ടാവുന്നത്, മറിച്ചു ഞാൻ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിഭിന്നമായ ഒരു വ്യക്തിത്വമല്ല എന്ന ധാരണയിൽ നിന്നാണ് ആ തീരുമാനം ഉണ്ടാവുന്നത്. പ്രപഞ്ചവുമായി ചേർന്നുള്ള ഏകത്വത്തിൽ നിന്നാണ് ആ തീരുമാനം ഉണ്ടായി വരുന്നത്. അത് വിശ്വസിക്കാം. സത്യത്തിൽ എപ്പോഴും ഏകത്വം മാത്രമേയുള്ളൂ. കാരണം ഈ മുഴുവൻ സൃഷ്ടിയിലും പ്രകടമായിരിക്കുന്നത് പരമാത്മാവ് മാത്രമാണ്. എല്ലാ മനുഷ്യരും, മലകളും നദികളും പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ഒരേ പരമാത്മാവാണ്. നിർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോൾ ഞാൻ, എൻ്റെ എന്ന ബോധത്തിന്റെ അടിമകളാണ്. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സൃഷ്ടിക്കുന്ന തടസ്സത്തിന്റെ ശക്തി കാരണം നമുക്ക് ആ ഐക്യം മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാൽ നാം ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണെന്ന് കരുതുന്നു. ഒരിക്കൽ ഒരു കുട്ടി എങ്ങനെയോ അമ്മയിൽ നിന്ന് വേർപെട്ടുപോയി. എന്തു ചെയ്യണം എന്നറിയാതെ അവൻ അമ്മയെ എല്ലായിടത്തും തിരഞ്ഞെങ്കിലും കണ്ട മുഖങ്ങളെല്ലാം അപരിചിതമായിരുന്നു. പരിഭ്രാന്തനായി ഓടിയിട്ടും അമ്മയെ എങ്ങും കണ്ടെത്താനായില്ല. ഒടുവിൽ കുഞ്ഞ് റോഡിൽ വീണു. അവന്റെ കണ്ണിൽ നിന്ന് സങ്കടത്തിന്റെ കണ്ണുനീർ ഒഴുകി. അവൻ അമ്മയെ കാണാനാകാതെ അലറി കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ നെറ്റിയിൽ തന്റെ അമ്മയുടെ ചുംബനം അവന് അനുഭവപ്പെട്ടു. സത്യത്തിൽ ഒരു നിമിഷം പോലും അവൻ അമ്മയെ പിരിഞ്ഞിരുന്നില്ല. അവൻ അമ്മയുടെ കൈകളിലായിരുന്നു. അമ്മയുടെ മടിയിൽ ഉറങ്ങുമ്പോൾ കണ്ട ഒരു പേടി സ്വപ്നം മാത്രമായിരുന്നു ആ വേർപാട്. ദൈവത്തിൽ നിന്ന് നമുക്ക് ഉണ്ടെന്ന് പറയപ്പെടുന്ന വ്യത്യാസം ഇങ്ങനെയാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഉണരണം. ദൈവത്തിൽ നിന്ന് നാം ഒരിക്കലും വേർപെട്ടിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കാൻ അപ്പോൾ നമുക്ക് സാധിക്കും. പ്രപഞ്ചവും മനുഷ്യനും രണ്ടല്ലെന്നും ഒന്നു തന്നെയാണെന്നും ആ ഒന്നു പലതായി കാണുന്നുവെന്നുമുള്ള ബോധ്യം ഉറയ്ക്കുമ്പോൾ അവനിൽ ശരിയായ അവബോധം ഉണ്ടായിരിക്കുന്നു. തന്റെ മനസ്സിന്റെ ചിന്തകളിലും തന്നിൽ നിന്ന് വരുന്ന വാക്കുകളിലും താൻ ചെയ്യുന്ന പ്രവർത്തികളിലും ഈയൊരു ബോധത്തോടെ ജീവിക്കുന്നവർക്ക് ശരിയായ അവബോധം ഉണ്ടായിരിക്കുന്നു. ബോധത്തിന്റെ പരമമായ അവസ്ഥയും ഇതുതന്നെ. എല്ലാ കർമ്മങ്ങളും ഈശ്വരന്റെ ഇച്ഛയാൽ ഞാൻ ചെയ്യുന്നു അഥവാ ഈശ്വര സമർപ്പണമായി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപടി കൂടി കടന്നു ഈശ്വരൻ തന്നെ ചെയ്യുന്നു എന്ന ബോധം തന്നെയാണ് ശ്രേഷ്ഠമായത്. ലോകത്തിൽ ഒന്നും തന്നെ അകാരണമായി സംഭവിക്കുന്നില്ല, ഉണ്ടാവുന്നില്ല. ദുരിതങ്ങളും അകാരണമായി സംഭവിക്കുന്നവയല്ല, അവയ്ക്ക് കാരണങ്ങൾ ഉണ്ട്. ഒന്നിനു പുറകിൽ മറ്റൊന്നായി കാരണങ്ങളുടെ ശൃംഖല തന്നെയുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിനു നന്ദി. ലൈക്ക് ചെയ്തു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം.